സൺഡേ ഞങ്ങൾ പ്രെയർ കഴിഞ്ഞിട്ട് വന്നെ ജ്യൂസ് കടയിൽ കയറി ഒരു ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചു. പിന്നെ ഫ്രൂട്ട്സുകാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇത്തിരി പേരയ്ക്കയും ആപ്പിളും സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നിട്ടത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉപ്പും വിനാഗിരി ഇട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ കഴുകി വാരിയെടുത്തതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ബീഫിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് മസാല ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കി ഇന്നിപ്പം വൈകിട്ട് എല്ലാവർക്കും കൂടെ ചായയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസ് ഞാനിപ്പോൾ കുറച്ച് ബ്രെഡൊക്കെ പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് ഇങ്ങനെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇത് ആ മസാല എടുത്തിങ്ങനെ ആക്കി. ഇതുപോലെ തന്നെ ഞാൻ സോയ ചങ്ക്സും കൊണ്ട് ഉണ്ടാക്കിയായിരുന്നു. സോയ ചങ്ക്സ് ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിൽ കൂത്തതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടി അതൊന്ന് ക്രഷ് ചെയ്യാൻ നേരം 2 ബ്രെഡ് പീസ് കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തായിരുന്നു. എന്നിട്ട് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇച്ചിരി പെപ്പർ പൗഡർ എല്ലാം കൂടെ അതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്തിട്ട് 2-3 ഉരുളൻകിഴങ്ങ് കൂടെ പുഴുങ്ങി ഉടച്ചത് ചേർത്തിട്ട് ഇങ്ങനെ ഇത് സെയിം ഈ മെത്തേഡിൽ ഞാൻ സോയ ചങ്ക്സും കൊണ്ട് ഇന്നാളി ഉണ്ടാക്കിയായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ചായയുടെ കൂടെ ഞാനിന്ന് ഇതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചർച്ചിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ രാത്രി അപ്പം ഉണ്ടാക്കാനായിട്ട് അരി അരച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ അത് നന്നായി പുളിച്ച് വന്ന് അപ്പോൾ പെട്ടെന്ന് 2 മണിക്കൂറായി ഞാനിത് അരച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈസ്റ്റ് ചേർക്കാതെ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അരച്ചതെന്ന് പറയുന്നത് 2 കപ്പ് പച്ചരി, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 കപ്പ് ചോറ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്താണ് അരച്ച് വെച്ചത്. അപ്പോൾ ഇച്ചിരി ബീഫ് കറിയുടെ ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 2 ഉരുളൻകിഴങ്ങ് കൂടെയൊക്കെ ബോയിൽ ചെയ്തെടുത്തിട്ട് ഒരു കറി, ഒരു നേരത്തേക്കിനുള്ള ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ച കുറച്ച് മസാല ഉണ്ടായിരുന്നു. അതൊന്ന് പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം കുക്കറിൽ വേവിച്ച ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ആ ബാക്കി ഇച്ചിരിയുള്ള ബീഫ് കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത്. മസാല എന്ന് പറയുന്നത് നമ്മൾ ചിക്കനോ ബീഫിനോ ഒക്കെ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് അത് നന്നായി മൂപ്പിച്ചതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ടങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ നമ്മൾ കടലക്കറിയോ കിഴങ്ങ് കറിയോ വല്ലതും ഇതുപോലൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് അതിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് ഇതുപോലെ ഒന്ന് പാനിലിട്ട് ഇച്ചിരി ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം കിഴങ്ങാണെങ്കിൽ കിഴങ്ങ്, കടലയാണെങ്കിൽ കടല ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ ചെയ്യാം ഈ ജോലികളൊക്കെ. അപ്പോൾ കറിയും റെഡിയായി. ഞാൻ അപ്പം ഉണ്ടാക്കി ഓരോരുത്തർക്ക് ചൂടോടങ്ങ് കൊടുത്തു. അപ്പം കുറച്ച് പേര് റീച്ചാനും കൊച്ചുമൊക്കെ താഴെ കളിക്കാൻ പോയേക്കുമായിരുന്നു. അവരിങ്ങ് വന്നില്ല. പിന്നെ അവർ വന്നതിന് ശേഷം പിന്നെ അവർക്ക് ചൂടോടെ അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.